3 പതിറ്റാണ്ടിലേറെയായി കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ തുടർച്ചയായി കേൾക്കുന്നതാണ് സുന്നി ഐക്യ ചർച്ച എന്നത്. കേരളത്തിലെ സുന്നികൾ എപി ഗ്രൂപ്പ്, ഇകെ ഗ്രൂപ്പ് എന്നിങ്ങനെ രണ്ടായി പിളർന്ന ശേഷം പലതവണ ഐക്യ നീക്കങ്ങളും ചർച്ചകളും നടന്നിട്ടുണ്ട്. സാധാരണ ഐക്യ ചർച്ച ആരംഭിച്ചാൽ 2-3 തവണ നേതാക്കൾ കൂടിയിരിക്കും. പിന്നീട് ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ തട്ടി ചർച്ച മുടങ്ങും. 3 പതിറ്റാണ്ടിനിടെ ഇതിനൊരു അപവാദമുണ്ടായത് ഇത്തവണയാണ്. ഒരു സദസ്സിൽ പോലും ഒന്നിച്ചിരിക്കാൻ മടിച്ചവർ ഇന്ന് ഐക്യത്തെയും ലയനത്തെയും കുറിച്ച് ഗൗരവമായി സംസാരിക്കുന്നത് നാം കാണുന്നുണ്ട്. പലയിടത്തായി ഐക്യശ്രമത്തിന്റെ ഫലങ്ങൾ ദൃശ്യമാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ കാന്തപുരം എപി അബൂബക്കർ മുസ്ലിയാരും ഐക്യം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് പറഞ്ഞ് തുടർ ചർച്ചകളുടെ വാതായനം തുറന്നിട്ടിരിക്കുന്നു. എങ്കിലും ഐക്യം പൂർണ്ണ അർത്ഥത്തിൽ യാഥാർത്ഥ്യമായിട്ടില്ലെങ്കിലും പരസ്പര ധാരണയോടെ മുന്നോട്ട് പോകാനുള്ള തീരുമാനം എത്തുന്നത് തന്നെ സമുദായത്തിൽ വലിയ മാറ്റത്തിന് കാരണമാകുമെന്ന് ഉറപ്പാണ്. ഈ സാഹചര്യത്തിൽ സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു: സുന്നി ഐക്യം വാചക കസരത്തിൽ ഒതുങ്ങുമോ? 1989 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലുണ്ടായ പിളർപ്പിന് ശേഷം ഇകെ എപി വിഭാഗങ്ങൾ ആയെങ്കിലും ഇന്നും കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ പ്രബല ശബ്ദമാണ് സുന്നികളുടേത്. പിളർപ്പിനെ തുടർന്ന് ബദ്ധവൈരികളെ പോലെ പരസ്പരം നേരിട്ട സുന്നി പ്രവർത്തകർക്കിടയിൽ പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും പിടിച്ചടക്കിയും എതിർവിഭാഗത്തിന് വിലക്കേർപ്പെടുത്തിയും സൃഷ്ടിച്ച കോലാഹലങ്ങൾ ചെറുതല്ല. മുൻകാലത്തെ ചർച്ചകൾ കൊണ്ട് ഒരു ഫലവും ഉണ്ടായില്ലെങ്കിൽ ഇത്തവണ ചെറുതെങ്കിലും എണ്ണിപ്പറയാവുന്ന ഫലങ്ങൾ ഇതിനകം തന്നെ ദൃശ്യമായി. മുൻപൊക്കെ ഇത്തരമൊരു ഐക്യശ്രമത്തിന് മുൻകൈയെടുത്തിരുന്നത് മുസ്ലിം ലീഗോ അല്ലെങ്കിൽ മുസ്ലിങ്ങളിലെ സമ്പന്നരായ പ്രമാണിമാരോ ആയിരുന്നു. ഇന്ന് അത്തരമൊരു ഐക്യശ്രമവുമായി മുന്നോട്ട് വന്നത് ഇകെ സമസ്ത വിഭാഗം തന്നെയാണെന്നതാണ് പ്രത്യേകത. കാന്തപുരം വിഭാഗമാകട്ടെ അനുകൂലമായി പ്രതികരിച്ചതോടെ തുടർ നടപടികളാണ് ഉണ്ടാവേണ്ടത്. ഇരു വിഭാഗങ്ങളുടെയും മധ്യസ്ഥതയിൽ തുടർ ചർച്ചകൾ ഉണ്ടാവുമെന്നതാണ് ഇരു വിഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ നിന്നുള്ള സൂചനകൾ. 1922 കൊടുങ്ങല്ലൂരിൽ രൂപീകൃതമായ കേരള മുസ്ലിം ഐക്യ സംഘമായിരുന്നു സുന്നി വിഭാഗങ്ങളുടെ ആദ്യ സംഘടനാ രൂപം. പിന്നീട് സലഫി ആശയ മേധാവിത്വത്തിന്റെ പേരിലെ ഭിന്നതയെ തുടർന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുകയായിരുന്നു. 1926 സംഘടന പിളർന്ന് കോഴിക്കോട് വെച്ച് സുന്നി മത പണ്ഡിത സഭയായ കേരള ജംഇയ്യത്തുൽ ഉലമ രൂപം കൊണ്ടു. സംഘടനയിൽ വിവിധ ആശയധാരകൾ സജീവമാവുകയും എപി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലെ ലീഗ് വിരുദ്ധ ചേരിയും ഇകെ അബൂബക്കർ മുസ്ലിയാറിന്റെ നേതൃത്വത്തിലെ മറുവിഭാഗവും സജീവമായി. 1989 40 അംഗ മുശാവറ യോഗം 6 പേരെ അച്ചടക്ക നടപടിക്ക് വിധേയമാക്കിയപ്പോൾ അവർ മറ്റൊരു സംഘടനയായി രൂപീകൃതമാവുകയും പുറത്തുവരികയും ചെയ്തു. പിളർന്ന ശേഷവും പലതവണ ഐക്യ ചർച്ചകൾ നടന്നെങ്കിലും പരാജയപ്പെട്ടു. സമസ്തയിലെ മുസ്ലിം ലീഗിന്റെ അമിത സ്വാധീനത്തിനെതിരെ കാന്തപുരം ഉയർത്തിയ പരസ്യ കലാപമാണ് സംഘടനയുടെ പിളർപ്പിലേക്ക് നയിച്ചത്. ലീഗിന്റെ ബുദ്ധി കേന്ദ്രവും ചലിപ്പിക്കുന്നതും മുജാഹിദ് വിഭാഗക്കാരാണെന്ന ആരോപണവും അന്നുന്നയിക്കപ്പെട്ടു. ശരിയത്ത് വിവാദ കാലത്ത് മുജാഹിദുകളുമായി വേദി പങ്കിട്ടെന്ന് ചൂണ്ടിക്കാട്ടി സമസ്ത നേതൃത്വത്തിനെതിരെയും കാന്തപുരം രംഗത്ത് വന്നിരുന്നു. പിന്നീട് ഇരു സംഘടനകളും വളർന്നു. നിരവധി മദ്രസകളും സ്ഥാപനങ്ങളും വിവിധ സംഘടനാ ഘടകങ്ങളുമായി വലിയ അധികാരവും സമ്പത്തുമാണ് ഇരു വിഭാഗത്തിനും ഇന്നുള്ളത്. അവ കൈകാര്യം ചെയ്യുന്നതിൽ കലർപ്പുണ്ടാകുമോ എന്നത് തന്നെയാണ് സുന്നി ഏകീകരണ ചർച്ചകളെ പലപ്പോഴും പുറകോട്ടടിപ്പിക്കാറുള്ളത്. സമസ്ത ഇകെ വിഭാഗം പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രസംഗത്തിലെ ഘർ വാപസി പ്രയോഗം സുന്നി ഐക്യ ചർച്ചയെ പുറകോട്ടടിപ്പിക്കുമോ എന്ന ആശങ്ക ഉയർന്നു കഴിഞ്ഞു. സമസ്ത വിട്ടുപോയ സുന്നി സംഘടനകൾ തിരിച്ചുവരണമെന്ന് ഇകെ വിഭാഗത്തിന്റെ സമസ്ത 100ാം വാർഷികത്തിൽ ജിഫ്രി തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അത് ഇങ്ങനെയായിരുന്നു: വിട്ടുപോയ സുന്നി സംഘടനകൾ മാതൃസംഘടനയിലേക്ക് തിരികെ വരണം. നമ്മൾ ഘർ വാപസി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ. ഈ വാക്കുകൾ വിവാദമാകാൻ അധികം താമസമുണ്ടായില്ല. ഇതിന് മറുപടിയായി തങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തുപോയതല്ലേ എന്നും അന്ന് യോഗത്തിൽ നടന്നതൊന്നും ഇപ്പോൾ പുതിയ മെമ്പർഷിപ്പ് എടുത്തു വന്നവർക്ക് അറിയില്ലെന്നും ജിഫ്രി തങ്ങളെ ലക്ഷ്യമിട്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. കാസർഗോഡ് കുണിയിൽ നടന്ന സമസ്ത ഇകെ വിഭാഗത്തിന്റെ 100ാം വാർഷിക സമ്മേളനത്തിലെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഐക്യ ആഹ്വാന പ്രസംഗത്തിന് മറുപടി നൽകിയത് കാന്തപുരം കോട്ടക്കലിലെ സമ്മേളനത്തിലായിരുന്നു. ഈ വിഷയം ഇപ്പോൾ ഇരു വിഭാഗവും തമ്മിൽ അസ്വാരസ്യം സൃഷ്ടിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ യഥാർത്ഥ സമസ്ത ആരാണ് എന്ന ഇരു വിഭാഗവും തമ്മിൽ നിലനിന്നിരുന്ന അവകാശ തർക്കങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കിലേക്ക് ഈ വിവാദം എത്തിച്ചു. ഘർ വാപസി ഒരു മതം വിട്ടുപോയവരുടെ തിരിച്ചുവരവാണെന്നും ആരിലേക്കാണ് മടങ്ങി വരേണ്ടത് എന്നാണ് ഒരു വിഭാഗം എപി വിഭാഗം പ്രവർത്തകർ ഉയർത്തുന്ന ചോദ്യം.
ഇതിനെ ചൊല്ലി സാമൂഹിക മാധ്യമങ്ങളിൽ ഇരുവിഭാഗവും ചേരിതിരിഞ്ഞ് പരസ്പരം പോരടിക്കുന്നത് നാം കാണുന്നുണ്ട്. സുന്നി ഐക്യശ്രമങ്ങളെ മാന്യമായും ബഹുമാനത്തോടെയുമാണ് സമീപിക്കേണ്ടതെന്ന് പറഞ്ഞ് AP അബൂബക്കർ മുസ്ലിയാർ അസംതൃപ്തി പരസ്യമായി അറിയിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ നടക്കുന്ന ഐക്യചർച്ചയെ തുടക്കം മുതൽ മുസ്ലിം ലീഗ് ആശങ്കയോടെയാണ് കാണുന്നത്. സുന്നി ഐക്യമുണ്ടായാൽ രാഷ്ട്രീയ നഷ്ടം ഉണ്ടാകുമോ എന്ന ആശങ്ക സ്വാഭാവികം. ഇരു സുന്നികളും തമ്മിലെ ലയനം പൊടുന്നനെ സാധ്യമാവില്ലെങ്കിലും പൊതുവിഷയങ്ങളിൽ ഐക്യപ്പെടാമെന്ന തീരുമാനം പോലും ഗുണകരമാവുമെന്നും കാന്തപുരം വിഭാഗത്തിന്റെ വോട്ടിലെ ഒരു പങ്ക് ലഭിച്ചാൽ മലബാറിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാമെന്നും മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾ കണക്ക് കൂട്ടുന്നുണ്ട്. അതേസമയം ഇരു സംഘടനകളും ഒന്നാവുന്നതിലൂടെ വിലപേശൽ ശക്തിയാവുമോ എന്ന ഭയവും ലീഗ് നേതാക്കൾക്കുണ്ട്. EK സുന്നികളിലെ ഒരു വിഭാഗം ലീഗുമായും പ്രസ്ഥാനത്തിലെ പാണക്കാട് തങ്ങൾമാരുടെ അപ്രമാദിത്വത്തിന് എതിരായും നിലപാട് എടുക്കാറുണ്ട്. ഈ അവസരം ഇടതുപക്ഷം മുതലാക്കാറുമുണ്ട്. അതിന്റെ ഭാഗമായിരുന്നു സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കത്തെ വഖഫ് ബോർഡ് അംഗമായി സർക്കാർ നാമനിർദ്ദേശം ചെയ്ത നടപടി. കേവലം വ്യക്തിപരമോ സംഘടനാപരമോ ആയ അഭിപ്രായ വ്യത്യാസവും വിരോധവും കാരണമല്ല വിശാലമായ ആശയ പരിസരം EK-AP പിളർപ്പിന് ഇടയാക്കിയെന്ന് നമുക്ക് വിഷയം ആഴത്തിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാനാകും. എന്തുകൊണ്ട് ഇപ്പോൾ ഐക്യം വേണമെന്ന ചിന്ത ഉയർന്നു എന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങളുണ്ട്. 3 പതിറ്റാണ്ട് കാലം രണ്ടായി നിന്ന് പൊരുതിയിട്ട് എന്ത് നേടിയെന്ന ചോദ്യമാണ് അതിൽ പ്രധാനം. ഫാഷിസവും ഇസ്ലാമിക സമൂഹത്തിലെ തന്നെ ഛിദ്രതയും സമുദായത്തിനും നാടിനും ഉണ്ടാക്കുന്ന നഷ്ടങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് മറ്റൊന്ന്. ഒരു വിഭാഗം EK സുന്നികളുടെ ലീഗിനോടുള്ള മമതയില്ലായ്മയും അരിവാൾ സുന്നികൾ എന്ന് വിളിച്ചിരുന്ന AP സുന്നികൾക്ക് ഇടതുപക്ഷത്തോടുണ്ടായ ചെറിയ അകൽച്ചയും പൊതു പ്ലാറ്റ്ഫോമിന് വേണ്ടിയുള്ള ലക്ഷ്യത്തിലേക്ക് സുന്നി നേതാക്കളെ പ്രേരിപ്പിച്ചിരിക്കാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേര് പോലും ഇരു വിഭാഗങ്ങളിലെ തർക്കം കാരണം കോടതി കയറിയിട്ടുള്ളതാണ്. മാത്രമല്ല മദ്രസകൾ പങ്കിടുന്നത് ഉൾപ്പെടെ തർക്കങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടും തുടങ്ങിയ ചർച്ചകൾ സജീവമാകുമ്പോൾ ഈ ഐക്യ ചർച്ചകൾ വെള്ളത്തിൽ വരച്ച വര പോലെ ആയി തീരുമോ എന്ന ആശങ്കയുമുണ്ട്. എന്തായാലും ചർച്ചകൾ ലക്ഷ്യത്തിൽ എത്തിയില്ലെങ്കിലും ഇരു വിഭാഗങ്ങൾ തമ്മിൽ താഴെത്തട്ടിൽ നിലനിൽക്കുന്ന സ്പർദ്ധ അവസാനിക്കാൻ നിമിത്തമായാൽ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. സ്പോട്ട്ലൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയമായി. നമസ്കാരം.